السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വിശുദ്ധ ബറാഅത്ത് രാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷഅബാൻ ഇന്ന് 10 ഇനി 4-ാമത്തെ ദിവസം ബറാഅത്ത് രാവിലേക്ക് കടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് മുതൽ ഇൻഷാ അള്ളാഹ് ഈ ചാനലിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ വർഷത്തിൽ ഒരു വട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സുവർണ അവസരമാണ് ബറാഅത്ത് രാവ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു 5 രാത്രികളിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ രാവുകളുടെ കൂട്ടത്തിൽ ഒരു രാവ് എണ്ണിയത് ബറാഅത്ത് രാവിനെയാണ്. അപ്പോൾ ഈ ബറാഅത്ത് രാവിൽ വെറും ഒരു 3 യാസീനും ദുഹാൻ സൂറത്തും ഓതി മതിയാക്കാനുള്ളതല്ല. പ്രത്യേകിച്ച് ബറാഅത്ത് രാവ് ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയും എന്നിരിക്കെ, കാരണം ലൈലത്തുൽ ഖദർ നമുക്ക് അറിയുന്നില്ല, എന്നിട്ട് പോലും ഏത് ദിവസമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാം കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ എടുക്കുമ്പോൾ നമുക്കറിയുന്ന വളരെ പവിത്രമായ ലൈലത്തുൽ ഖദർ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട ഈ രാത്രിയിൽ നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ മഹത്തായ രാത്രി, ആ രാത്രി നാം അല്പസമയം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത് തീരെ ഗൗനിക്കാതെ നാം വിട്ടുകളയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നത് 5 രാത്രികളെ ഒരാൾ ഹയാത്താക്കിയാൽ, ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമാണ് എന്നാണ്. അതിൽ 3 രാത്രികൾ ദുൽഹിജ്ജ 8, 9, 10 എന്നീ രാത്രികളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെറിയപെരുന്നാളിന്റെ രാത്രിയാണ്. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രാത്രികളിൽ ബറാഅത്ത് രാവിനെയാണ് എണ്ണിയിട്ടുള്ളത്. ഇത്രയും മഹത്വമേറിയ ബറാഅത്ത് രാവ്, ആ ബറാഅത്ത് രാവിൽ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് മുത്തലഖായ സുന്നത്തുകൾ നിസ്കരിക്കാം, അതുപോലെ തന്നെ നമുക്ക് മുമ്പ് ഖളാ ആയിപ്പോയ നിസ്കാരങ്ങൾ നിസ്കരിക്കാം. അങ്ങനെ നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക എന്നത് ഈ രാത്രി വളരെ പുണ്യമുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ, ചില മഹാന്മാർ 100 റക്അത്ത് നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മോശമായ ബിദ്അത്താണ് എന്ന് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ മുത്ലഖായ സുന്നത്ത് എന്ന നിലക്ക് നമുക്ക് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാം. ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് വർദ്ധിപ്പിച്ച് ഓതിക്കൊണ്ട് നിസ്കാരം നടത്താം. അങ്ങനെ നിസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി നാം പരിശ്രമിക്കണം. മഹത്തായ ഈ രാത്രിയിൽ വളരെ അധികം പ്രാധാന്യമുള്ള കുറെ ദിക്റുകളും അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രിയിൽ ചെയ്ത പ്രവർത്തനങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ മഹത്തായ രാത്രിയുടെ പേര് തന്നെ ലൈലത്തുൽ ബറാഅ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയം നാളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി
തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.